എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് നമ്മളുടെ തിരുവനന്തപുരത്തുള്ള പഴയടം രുചിയാണ്. ഇവിടുത്തെ ഉച്ചയ്ക്ക് വിളമ്പുന്ന സദ്യയുടെ വിഭവങ്ങൾ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇവിടെ തിരുവനന്തപുരത്ത് വിളമ്പുന്നത്. ഇലയിട്ട് ഉപ്പും പഴവും വറുത്തമുളകും ഉണ്ണിയപ്പവും ശർക്കര വരട്ടിയും കായ വറുത്തതും അതുപോലെ കേസരിയും വിളമ്പിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഭവങ്ങൾ വിളമ്പി തുടങ്ങും. വിഭവങ്ങളിൽ ഇഞ്ചിക്കറിയുണ്ട്, നാരങ്ങാക്കറിയുണ്ട്, മാങ്ങാക്കറിയുണ്ട്, കിച്ചടിയായിട്ട് വെള്ളരിക്ക കിച്ചടിയുണ്ട്, ബീട്രൂട്ട് കിച്ചടിയുണ്ട്, പിന്നെ ഓലനുണ്ട്, തോരനുണ്ട്, എരിശ്ശേരിയുണ്ട്, പിന്നെ അവിയലുണ്ട്. അങ്ങനെ പപ്പടവും കൂടി വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ ചോറ് വിളമ്പും. ഒപ്പം ആദ്യം വിളമ്പുന്നത് പരിപ്പും നെയ്യുമാണ്. ആദ്യമൊക്കെ രുചിയിലും വിളമ്പുമ്പോഴും നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയായിരുന്നെങ്കിലും പിന്നെ തിരുവനന്തപുരത്തിൻ്റെ തനത് ശൈലിയിലേക്ക് നമ്മളുടെ സദ്യയെ മാറ്റിയെടുക്കുമായിരുന്നു. അങ്ങനെ പരിപ്പ് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളമ്പുന്നത് സാമ്പാറാണ്. വറുത്തരച്ച രീതിയിലുള്ള സാമ്പാറാണ് ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് വിളമ്പാറുള്ളത്. ബാക്കിയുള്ള ഔട്ട്ലെറ്റുകളോട്ട് കമ്പയർ ചെയ്യുമ്പം സാമ്പാറിൻ്റെ രുചിയിലൊക്കെ നല്ല ചേഞ്ചസ് തിരുവനന്തപുരത്തുണ്ട്. പായസങ്ങളിൽ ആദ്യം വിളമ്പുന്നത് അടപ്രഥമനാണ്, രണ്ടാമത് വിളമ്പുന്നത് ഗോതമ്പ് പായസമാണ്. ഇവിടെ സദ്യക്ക് 3 പായസം വിളമ്പുന്നുണ്ട്. മൂന്നാമത് വിളമ്പുന്നത് പാലടപ്രഥമനും ഒപ്പം ബോളിയാണ്. ബോളി എന്ന് പറയുന്നത് പുറമേ നിന്ന് വാങ്ങണ ബോളിയല്ല, നമ്മളുടെ കിച്ചണിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബോളിയാണ്. അങ്ങനെ 3 പായസവും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും ചോറ് വിളമ്പുന്നുണ്ട്. ഒപ്പം നമ്മൾ കാളൻ വിളമ്പുന്നുണ്ട്. കാളനല്ല, ഒരു നീട്ടിപ്പുളിശ്ശേരി സ്റ്റൈലിലാണ് ഇവിടെ നമ്മൾ പാകം ചെയ്യുന്നത്. രസവും മോരും ഒപ്പം വിളമ്പുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. ഓണസദ്യക്കൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോളൂ. വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായിട്ട്.